സോ എല്ലാവർക്കും വെൽക്കം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇനി വരാൻ പോകുന്ന സ്റ്റാഫ് റേസ് DME എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന പലരുമാണ് നിങ്ങൾ. അപ്പോൾ ഇതിന്റെ തിയറിയോടൊപ്പം ഏറ്റവും ഫസ്റ്റ് തൊട്ട് തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും എന്താണ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം പഠിക്കാൻ. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യവും അതിന്റെ കംപ്ലീറ്റ് ഓപ്ഷൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പഠിക്കണം. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പഠിക്കേണ്ടത്. അല്ലാതെ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ മാത്രം ഒരിക്കലും പഠിച്ചുകൊണ്ട് പോകാൻ നിൽക്കരുത്. സോ തിയറിയോടൊപ്പം എപ്പോഴും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നിങ്ങൾ എല്ലാവരും പഠിക്കാൻ. സോ ഫസ്റ്റ് 100 റാങ്കിനകത്ത് എല്ലാവർക്കും അതുകൊണ്ട് ഇനി ഫസ്റ്റ് എത്താൻ സാധിക്കും. നിങ്ങൾ എല്ലാവർക്കും ഇപ്പൊ എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സാർ ഒരു ദിവസം എത്ര സമയം പഠിക്കണം? പലപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യമാണ്, സാർ ഇതെപ്പോ പഠിക്കണം, ഏത് സമയത്താണ് പഠിക്കേണ്ടത്, എപ്പോ പഠിക്കണേ? ഒരു ദിവസം മാക്സിമം എത്ര സമയം പഠിക്കേണ്ടി വരും? ഒരു ദിവസം മാക്സിമം എത്ര സമയം പഠിക്കണം? മാക്സിമം എത്ര പഠിക്കൂടെ? ഒരു ദിവസം ഒരു 3 hours അല്ലെങ്കിൽ മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആദ്യം മുതൽ തന്നെ ഏകദേശം 3 hours എങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. അതിനുശേഷം മാത്രമാണ് പതിയെ ആ ഒരു 3 hours നിന്നും പതിയെ സമയം അത് കൂട്ടാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമുക്കൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 5 മണിക്കൂറും 6 മണിക്കൂറൊന്നും പഠിക്കാൻ സാധിക്കുന്നില്ല. ശരിയല്ലേ? ശരിയല്ലേ? അല്ലേ 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 ശരിയല്ലേടേ? ഈ പറഞ്ഞ PSCയിലോട്ട് വരുമ്പോൾ എന്താണ്, നമ്മൾ കുത്തിയിരുന്ന് വായിക്കണം, നന്നായിട്ട് വായിക്കാൻ കഴിയണം. അത് എത്രയായാലും എന്താ നിങ്ങളെ കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നന്നായിട്ട് വായിച്ച് എന്ത് ചെയ്യും, വീണ്ടും പഠിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ആരെ കൊണ്ടും സ്റ്റാർട്ടിങ് പെട്ടെന്ന് തന്നെ ഒരു 5-6 മണിക്കൂറൊന്നും പഠിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് എന്താണ് പതിയെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 1 മണിക്കൂറാണെങ്കിൽ പതിയെ 2 മണിക്കൂർ ആക്കുക, 2 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂർ ആക്കുക. ആ 3 മണിക്കൂർ പതിയെ സമയം കൂട്ടി 5-6 മണിക്കൂറിലോട്ട് എത്തുക. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിൽ ഫസ്റ്റ് 1-2 മണിക്കൂർ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോരുത്തർ ലെവൽ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? നിങ്ങൾ എല്ലാവരും 6 മണിക്കൂർ 8 മണിക്കൂറും 10 മണിക്കൂറും 12 മണിക്കൂറും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ അവരോടത്താ പറയുന്നത് കേട്ടോ. സ്റ്റാർട്ടിങ് 1 മണിക്കൂർ, 2 മണിക്കൂർ ആക്കണം, 2-ന് 3 ആക്കണം, 3-ന് 5 ആക്കണം. അങ്ങനെ സമയം കൂട്ടി പഠിക്കണം. ഓക്കെ. അങ്ങനെ പലതരത്തിലുള്ള ഇതിനിടയിൽ എന്ത് വരുന്നറിയാമോ? ഇതിനിടയിൽ പല പ്രതിസന്ധികൾ വരും. അല്ലേ? ഇപ്പൊ എന്താണ്, കുട്ടികളുള്ള ആൾക്കാരായിരിക്കും, ജോലിക്ക് പോകണം, വീട്ടിൽ കാര്യം നോക്കണം, പല പ്രതിസന്ധികളുണ്ട്. അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുവേണം ഇനിയുള്ള എക്സാമിൽ ഫസ്റ്റ് 100 റാങ്കിനകത്ത് നിങ്ങൾ എത്താനുള്ളത്. എല്ലാവർക്കും അങ്ങനെ പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും. അതിനെല്ലാം മറികടന്നാണ് ഫസ്റ്റ് 100 റാങ്കിന് എത്തേണ്ടത്. സോ എപ്പോഴും പഠനത്തിൽ ഒരു കോംപ്രമൈസും വരുത്തരുത്. പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അനാവശ്യമായ വേറെ കാര്യങ്ങളിലോട്ടൊന്നും പോകാൻ പാടില്ല. പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പഠിച്ചു തീർക്കണം, പഠിക്കണം. ഒരു കാര്യം പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത് പഠിച്ചു തീർത്ത ശേഷമേ ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോകാം. മാക്സിമം രാവിലെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ എന്ത് സംശയം വന്നാലും എന്നോട് ചോദിക്കാൻ മറക്കണ്ട. എന്റെ പഴയ കുട്ടികളുണ്ടെങ്കിൽ അറിയാം, അവർ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ പറഞ്ഞ ഫോണിൽ ഈ പറഞ്ഞ റെക്കോർഡ് ഇട്ടിട്ട് ഇന്ന കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ട് അവർ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. ഇന്ന ഫോണിൽ എന്റെ ക്ലാസ് ഇട്ടുകൊണ്ട് അവർ അത് അടുത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അടുത്ത കിച്ചണിൽ ഇരുന്ന് അവർ പഠിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും ഫസ്റ്റ് റാങ്കിൽ കയറി പോയിട്ടുമുണ്ട്. അല്ലേ? പിന്നെ എപ്പോഴും ചെറിയ ഇടവേള പഠിക്കാൻ ശ്രമിക്കുക. അല്ലെ? നിങ്ങൾ എല്ലാവരും എന്താണ് ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ട സബ്ജക്ട് മാത്രം പഠിക്കാതെ എന്താണ് ഏറ്റവും നല്ല ടഫായ സബ്ജക്റ്റിൽ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ പോലുള്ള സബ്ജക്റ്റുകൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇഷ്ടപ്പെട്ട സബ്ജക്ട് മാത്രം എപ്പോഴും ഞാൻ ആദ്യം പഠിക്കണമെന്നൊരു വാശി കാണിക്കാതിരിക്കുക. നന്നായിട്ട് വായനാശീലം കൊണ്ടുവരിക. പിന്നെ ബാക്കി എല്ലാം നിങ്ങളുടെ എത്തിച്ചേരും കേട്ടോ. സോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ സീരീസിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ചോദ്യം 5ാമത്തെ ചോദ്യം. കഴിഞ്ഞ ദിവസം പഠിച്ചതിൽ നിന്ന് മാറി 5ാമത്തെ ചോദ്യത്തിലോട്ട് വരികയാണ്. ദ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോൺ ആസ് ദ ജുംഗൻവാല കമ്മിറ്റി? ആരായിരിക്കും? താഴെ പറയുന്നതിൽ ആരാണ് ദ ജുംഗൻവാല കമ്മിറ്റി എന്നറിയപ്പെടുന്നത്? ദ കമ്മിറ്റി ഓൺ ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഹെൽത്ത് സർവീസസ് ആണോ, ഓൺ ദ കമ്മിറ്റി ഓൺ ദ ഗവൺമെന്റ് സർവീസസ് ആണോ, ഓർ ദ കമ്മിറ്റി ഓൺ ദ ഡോക്ടേഴ്സ് ആണോ, ഓർ ദ ആൾ ദ എബോവ് ആണോ? ചോദ്യം നന്നായിട്ട് വായിക്കുക. അപ്പൊ അറിയേണ്ട കാര്യം,
അറിയേണ്ട കാര്യം ഈ പറഞ്ഞ ജുങ്കൻവാല കമ്മിറ്റി വന്ന വർഷം, ആദ്യം പറയേണ്ടത് ഇത് വന്ന വർഷം 1967 അല്ലെ. 1967 ജുങ്കൻവാല കമ്മിറ്റി വന്നത്. എന്തിനു വേണ്ടിയാ? ദ കമ്മിറ്റി ഫോർ ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഹെൽത്ത് സർവീസസിന്റെ ഇന്റഗ്രേഷന് വേണ്ടി വന്നതല്ലേ. ദ ഹെൽത്ത് സർവീസസിന്റെ ഇന്റഗ്രേഷന് വേണ്ടി വന്ന കമ്മിറ്റി ആയിരുന്നു ഏതാ? ദ ജുങ്കൻവാല കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ചെയർമാന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പേര് തന്നെ. എന്ത് പേരാ? ഡോക്ടർ എൻ ജുങ്കൻവാല. അദ്ദേഹത്തിന്റെ പേരിൽ വന്ന കമ്മിറ്റി ആയിരുന്നു ഈ ഒരു പേര് വന്നത്. എന്തിനു വേണ്ടിയാ? ദ ഹെൽത്ത് സർവീസസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക ആൻഡ് ദ പ്രൈവറ്റ് പ്രാക്ടീസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കമ്മിറ്റി പ്രധാനമായിട്ട് വന്നത്. ദ സർക്കാർ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുക? ദ പ്രൈവറ്റ് പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും മാത്രമായി എന്താണ് ഈ ഒരു കമ്മിറ്റി ആദ്യം വന്നത്. സോ ഇതിൽ എല്ലാ കാര്യം എടുത്തില്ലേ? ദ കമ്മിറ്റി ഓൺ ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഹെൽത്ത് സർവീസസ് വരും, and the committee on the government services വരും, on the committee on the doctors വരും. സോ എല്ലാം കൂടെ ചേർന്നതാണ് എന്താണ് ദ ജുങ്കൻവാല കമ്മിറ്റി എന്ന് പറയുന്നത്. സോ വന്ന വർഷം മറക്കരുത്, 1967 വന്ന ദ ഹെൽത്ത് സർവീസസിന്റെ ഇന്റഗ്രേഷന് വന്ന കമ്മിറ്റിയുടെ പേര് ചോദിച്ചാൽ എന്തെഴുതും? ദ ജുങ്കൻവാല കമ്മിറ്റി. എന്തിനു വേണ്ടിയാ? പ്രധാനമായിട്ട് ദ ഹെൽത്ത് സർവീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക and the elimination of the prior practice by the government doctors. The government doctors the prior practice avoid ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന കമ്മിറ്റിയുടെ പേര് ചോദിച്ചാൽ ദ ജുങ്കൻവാല കമ്മിറ്റി. യെസ്, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. The National Commission, the National Education Commission is popularly known as. Question നന്നായിട്ട് വായിക്കുക. The National Education Commission is popularly known as the Kothari Commission on the Green Revolution ആണോ, or the Committee on the Child Welfare Program ആണോ, അതോ താഴെ പറയുന്നതിൽ ഒന്നും തന്നെയല്ലേ? ഏതായിരിക്കും ഇവിടെ the National Education Commission? ആരായിരിക്കും? ആൻസർ ചെയ്യുക. ഏതായിരിക്കും ഉത്തരം? ഇതിൽ അറിയേണ്ട കാര്യം ഇസ് ദ കോത്താരി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ കോത്താരി കമ്മീഷൻ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1964 വന്ന കമ്മീഷൻ കേട്ടോ. 1964 വന്ന കമ്മീഷൻ പ്രധാനമായിട്ടും ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി വന്ന കമ്മീഷൻ. മറക്കരുത്, കോത്താരി കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1964 അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി പ്രധാനമായിട്ടും ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്ന. സോ മറക്കരുത്, 1964 വന്ന ദ കോത്താരി കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്ന കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഈ കമ്മീഷനെ വിളിക്കാൻ മറ്റൊരു പേരുണ്ട്. ആർക്കറിയാം? എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് ചോദിച്ചാലും ദ കോത്താരി കമ്മീഷൻ മറക്കരുത്, ചോദിക്കുവേ. സോ ദ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്ന വർഷം 64. സോ 64 മുതൽ 66 വരെ ഉണ്ടായിരുന്നു കേട്ടോ. 1964 മുതൽ 1966 വരെ ഉണ്ടായിരുന്നു ഏത് കമ്മിറ്റി? കോത്താരി കമ്മിറ്റി. മറക്കരുത്. മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ കോത്താരി കമ്മീഷൻ കൊണ്ടുവന്ന ദ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ദ മാഗ്ന കാർട്ട ഓഫ് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ദ മാഗ്ന കാർട്ട ഓഫ് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ചോദ്യം വന്നാൽ എഴുതണം ദ മാഗ്ന കാർട്ട ഓഫ് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാലും ആ ഒരു കമ്മിറ്റിയുടെ പേര് ചോദിച്ചാലും എഴുതുമല്ലോ. കമ്മിറ്റിയുടെ പേരെന്താ? ദ കമ്മീഷന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ദ കോത്താരി കമ്മീഷൻ. ആൻഡ് എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ ദ മാഗ്ന കാർട്ട ഓഫ് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് കൂടെ ജസ്റ്റ് ഓർമ്മിച്ചു വെച്ചുകൊള്ളുക. ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പറ്റണം. അല്ലെ, ശരിയല്ലേ? ഈ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പറ്റണ്ടേ? എഴുതാൻ പറ്റുമല്ലോ. സോ ചോദിക്കും ദ കോത്താരി കമ്മീഷൻ ഇസ് ആൾസോ നോൺ as. ചോദ്യം അങ്ങനെയും ചോദിക്കും. The Kothari Commission is also known as
is Education Commission. മറക്കരുത്. The Kothari Commission is also known as Education Commission എന്ന് കൂടെ അറിയാം. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ ആയി. അപ്പൊ തന്നെ ആൻസറും കിട്ടിക്കാണും. ദ കോത്താരി കമ്മീഷൻ ആണ് ദ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് ക്ലിയർ ആയി. സോ ആൻസറും അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി അറിയേണ്ട കാര്യം അടുത്ത ഓപ്ഷൻ നോക്കി. ദ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്ന ആളുടെ പേരെന്താ? സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണ്. ആരാണ്? MS സ്വാമിനാഥൻ അല്ലെ? സ്വാമിനാഥൻ, അത് മാത്രം പറഞ്ഞാൽ മതി. ദ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്ന ആളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ MS സ്വാമിനാഥൻ. ശരിയല്ലേ? ആണ്. യെസ്, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെവൻത് ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. വായിച്ച്. നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. The national policy for the children was launched in the year. The വർഷങ്ങളിലോട്ട് പോവുകയാണ്. The national policy for the children was the launched in the year. ഏത് വർഷമായിരിക്കും? ഏത് വർഷമാ? എനിവൺ? ഏത് വർഷമാ? വർഷമാണ് ചോദ്യം. ഈ പറഞ്ഞ ദ മിനിസ്ട്രി ഓഫ് ദ വുമൺ ആൻഡ് ദ ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ദ നാഷണൽ പോളിസി ഓർ ചിൽഡ്രൻ കൊണ്ടുവന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ഏത് വർഷമായിരിക്കും? എനിവൺ കമന്റ് ചെയ്യും. ആർക്കെ അറിയാൻ നോക്കട്ടെ. എനിവൺ? 1974 അല്ലേ? ശരിയാ, നിങ്ങൾ എല്ലാവരും പറ. ശരി, 1974 വന്ന ദ നാഷണൽ പോളിസി ഫോർ ദ ചിൽഡ്രൻസ് വന്ന വർഷം ചോദിച്ചാൽ ഏതെഴുതും? ചെറ പറഞ്ഞേ, ഏത് വർഷം? 1974. മറക്കരുത്. ദ നാഷണൽ പോളിസി ഫോർ ദ ചിൽഡ്രൻസ് സ്റ്റാർട്ട് ചെയ്ത വർഷം 74. എന്തിനു വേണ്ടിയാ ഈ പോളിസി? എന്തിനു വേണ്ടിയാ? ഈ പറഞ്ഞ കുട്ടികളുടെ സർവീസസിന് വേണ്ടിയല്ലേ? എന്തിനു വേണ്ടിയാ? ഒരു കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപും ആ കുട്ടി ജനിച്ച ശേഷവും അത് ഡ്യൂറിങ് ദ പ്രഗ്നൻസി സമയത്തും പിന്നെ ഈ പറഞ്ഞ ഗ്രോത്തിന്റെ പല സ്റ്റേജുകളിലും ഫിസിക്കലിയും മെന്റലിയും ആൻഡ് ദ സോഷ്യൽ ഡെവലപ്മെന്റിൽ എന്ത് ചെയ്യുക? അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്ന കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ നാഷണൽ പോളിസി ഫോർ ദ ചിൽഡ്രൻ. മറക്കരുത്, ഒരു കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടും കുട്ടി ജനിച്ച ശേഷവും ആഫ്റ്റർ ബർത്തും ആൻഡ് ഡ്യൂറിങ് ദ ഗ്രോത്ത് സമയത്തും സ്റ്റേജസ് ഓഫ് ദ ഗ്രോത്ത് സമയത്തും ഫിസിക്കൽ ആൻഡ് ദ മെന്റൽ ആൻഡ് ദ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയും അതിനു വേണ്ടി കൊണ്ടുവന്ന പോളിസി ഏതെന്ന് ചോദിച്ചാൽ ദ നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 1974. ചോദിച്ചാൽ എഴുതണം. ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ കേട്ടോ? പറ. നിങ്ങൾ ഈ പറഞ്ഞ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ പറഞ്ഞ ഏതൊരു കഴിഞ്ഞ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അത് ഏത് ക്വസ്റ്റ്യൻ അറിയാമോ? കുട്ടികളുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഏതാണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ദ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാടേ? 1098 അല്ലേ? 1098. അറിയാമോ ആരെങ്കിലും? അറിയാമല്ലോ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ? ഈ പറഞ്ഞ 1098 ഒരു നമ്പർ ഉണ്ട്. അതിലാണ് 24 hours എമർജൻസി ആയിട്ട് കുട്ടികൾക്ക് എന്ത് പ്രശ്നം വന്നാലും അവരെ വിളിക്കാൻ. എന്താണ് ഈ നമ്പർ വിളിക്കാൻ വേണ്ടി നമ്പർ കേരള കൊടുത്തിട്ടുണ്ട്. 1998. മറക്കരുത്, 1098 ദ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്നുകൂടെ ഓർമ്മിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, പഠിച്ചു വെക്കുക. സോ ദ നാഷണൽ പോളിസി ഫോർ ദ ചിൽഡ്രൻ അത് ലോഞ്ച് ചെയ്ത വർഷം 1974 അല്ലേ? 1974 ദ നാഷണൽ പോളിസി ഫോർ ദ ചിൽഡ്രൻ ലോഞ്ച് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് എങ്ങാനും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും. ദ ചൈൽഡ് ദ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ 1098. മറക്കരുത്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ചോദ്യമല്ലേ? യെസ്, കണ്ടിട്ടുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ.
യെസ്. ഇനി എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ചോദിക്കാം. ദ നാഷണൽ പോളിസി ഓൺ ദ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാ? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. നമ്മുടെ ഇന്ത്യയിൽ ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 1968. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ദ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, ദ നാഷണൽ പോളിസി ഓൺ ദ എഡ്യൂക്കേഷൻ വന്ന വർഷം ചോദിച്ചാൽ 1968. ഇനി ഇങ്ങനെ ചോദിക്കുന്നു, ദ നാഷണൽ പോളിസി ഫോർ ദ ചിൽഡ്രൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 74. രണ്ട് ചോദ്യം ഏകദേശം ഒരുപോലെ. ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വന്ന ദ ഫസ്റ്റ് നാഷണൽ പോളിസി സ്റ്റാർട്ട് ചെയ്ത വർഷം 68. മറക്കരുത്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വന്ന ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്ന വർഷം 68. ഇനി ദ നാഷണൽ പോളിസി ഓൺ ദ ചിൽഡ്രൻസ് സ്റ്റാർട്ട് ചെയ്ത വർഷം 74. രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോടെ? ക്ലിയർ ആയ കണ്ട് ഇങ്ങനെ പഠിക്കണ്ട കേട്ടോ. മറക്കരുത്, ചോദിച്ചാൽ എഴുതുമല്ലോടെ, എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച്. 8ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, സ്ഥിരം കേരള PSC എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ഇനി ഇങ്ങനെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഓരോ അസുഖ കണ്ടീഷനും വരുന്ന കാരണം ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്നതാണ്. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയായിരിക്കും? ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാണ്? ഇന്ത പൂനെയിലല്ലേ? എവിടെയാണ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി? അത് പൂനെയിലാണല്ലേ? അല്ലേ? ആണ്. ഈസ് പാർട്ട് ഓഫ് ദ ICMR ആണോ? ദ കൗൺസിൽ ഓഫ് ദ മെഡിക്കൽ റിസർച്ചിന് കീഴിലാണോ? ആണല്ലേ? മറക്കരുത്, ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന് പറയുന്നത് ICMR-ന്റെ കീഴിലുള്ളതാണ്. മറക്കരുത്, ചോദ്യം വരും. ICMR. എന്താ ICMR? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ദ മെഡിക്കൽ റിസർച്ച് അല്ലെ? ICMR-ന്റെ കീഴിലുള്ളതാണ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ആൾസോ നോൺ, പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് ആൾസോ നോൺ എന്നറിയുന്നുണ്ട്. ആൾസോ ഒരു പേരുണ്ട്, ദ വൈറസ് റിസർച്ച് സെന്റർ അല്ലെ? ദ റിസർച്ച് സെന്റർ എന്നുകൂടെ അറിയുന്നുണ്ട്. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വൈറോളജി അറിയപ്പെടുന്ന വേറൊരു പേര് കൊണ്ട് വൈറസ് റിസർച്ച് സെന്റർ എന്നുകൂടെ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വൈറോളജി അറിയപ്പെടുന്നുണ്ട്. ദ സെന്റർ എവിടെയെന്ന് ചോദിച്ചാൽ പൂനെയിലാണ്. മറക്കരുത്, പൂനെയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ വൈറോളജി ഉള്ളത്. ഇനി അത് അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ വൈറസ് റിസർച്ച് സെന്റർ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ആരുടെ കീഴില? അണ്ടർ ICMR-ന്റെ കീഴിലല്ലേ? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ദ മെഡിക്കൽ റിസർച്ച് അല്ലെ? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ദ മെഡിക്കൽ റിസർച്ചിന്റെ കീഴിലാണ്, ICMR-ന്റെ കീഴിലാണ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വരുന്ന. സ്ഥലം എവിടെയാ? പൂനെയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ നിങ്ങൾ സ്ഥിരം കാണാറുണ്ട്. 2-3 അല്ലേ, ഒരു 10 പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ വെറുതെ ഒരു കാര്യം പഠിപ്പിക്കത്തില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ വെറുതെ ഒരു കാര്യം പഠിപ്പിക്കത്തില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പറയാനുണ്ട്. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാ? പൂനെ അല്ലേ? ചോദ്യം വേറെ വരാം. ഇൻഡസ്ട്രിയൽ ദ ടോക്സോളജി റിസർച്ച് സെന്റർ എവിടെയാ? ദ ടോക്സോളജി റിസർച്ച് സെന്റർ എവിടെയാ? ലക്നോ അല്ലേ? ഇൻഡസ്ട്രിയൽ ദ ടോക്സോളജി റിസർച്ച് സെന്റർ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ലക്നോ. മറക്കരുത്, ഇൻഡസ്ട്രിയൽ ദ ടോക്സോളജി റിസർച്ച് സെന്റർ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? ലക്നോ. ഈ കാര്യങ്ങളെല്ലാം ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ വൈറോളജി, ദ ഇൻഡസ്ട്രിയൽ ദ ടോക്സോളജി റിസർച്ച് സെന്റർ, അങ്ങനെ ഒരുപാട് പേരുകൾ പഠിക്കാറുണ്ട് അല്ലേ? ഇതെല്ലാം പറയുന്നത് എവിടെയാ? ദ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? ഇവയെല്ലാം
ഈ പറയുന്ന പേരുകളെല്ലാം ഇതുപോലെ വരുന്ന പേരുകളെല്ലാം വരുന്ന ടോപ്പിക്കിന്റെ പേരെന്താ? ദ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലേ? പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എല്ലാം. ഇത് ഈ പറഞ്ഞവയെല്ലാം ICMR ആയാലും ITCRC ആയാലും ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എല്ലാം ഇൻ ദ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം ആണ്. സോ എല്ലാവരും പഠിച്ചു. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാ? അത് പൂനെയിൽ പഠിച്ചു. ആൻഡ് ദ ഇൻഡസ്ട്രിയൽ ദ ടോക്സോളജി റിസർച്ച് സെന്റർ എവിടെയാ? ഇൻ ദ ലക്നൗ എന്നും പഠിച്ചു. ഇനിയുമുണ്ട് ചോദ്യം. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഓക്കുപേഷണൽ ഹെൽത്ത്. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഓക്കുപേഷണൽ ഹെൽത്ത് എവിടെയാ? ഷോർട്ട് ഫോം ആണ്. NI and OH. NIOH. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവിടെ? ഓക്കുപേഷണൽ ഹെൽത്ത് എവിടെയും ചോദിച്ചാൽ അഹമ്മദാബാദ് ആണ്. എന്താണ്? ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഓക്കുപേഷണൽ ഹെൽത്ത് എവിടെയും ചോദിച്ചാൽ അഹമ്മദാബാദ് ആണ്. ഇനി അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ദ സെൻട്രൽ ദ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? ദ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? ചോദ്യം വന്ന ക്വസ്റ്റ്യൻ ആണ്. എവിടെയായിരിക്കും ദ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട്? ഇൻ ദ മുംബൈയിലാണ്, മറക്കരുത്. ദ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദ മുംബൈയിലാണ്. വീണ്ടും കൊണ്ട് ചോദ്യം ഇനിയുണ്ട്. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ന്യൂട്രീഷൻ എവിടെയാ? ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ന്യൂട്രീഷൻ എവിടെയാ? ഇത് ഹൈദരാബാദ്. എവിടെ? ഇന്ന് ഹൈദരാബാദിലാണെന്ന കാര്യം മറക്കരുത്. ഇനി ഇവയെല്ലാം പറഞ്ഞു. ഈ പറഞ്ഞ ICMR എവിടെയാ? എവിടെയായിരിക്കും ICMR? ഇൻ ദ ന്യൂഡൽഹി അല്ലേ? ഇൻ ദ ന്യൂഡൽഹിയിലാണ് ICMRന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ വൈറോളജി എവിടെയാ? അത് പൂനെ എന്ന് പഠിച്ചു. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ടോക്സോളജി റിസർച്ച് സെന്റർ എവിടെയാ? ആൻഡ് ദ ലക്നൌവിലാണ് ഇൻഡസ്ട്രിയൽ ടോക്സോളജി റിസർച്ച് സെന്റർ ഇരിക്കുന്നത്. അടുത്ത ചോദ്യം ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഓക്കുപേഷണൽ ഹെൽത്ത് എവിടെയാ? അഹമ്മദാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഓക്കുപേഷണൽ ഹെൽത്ത് ഇരിക്കുന്നത്. ആൻഡ് ദ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? ഇൻ ദ മുംബൈയിലാണ്. അതും മറക്കരുത്. അടുത്ത ചോദ്യം ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ന്യൂട്രീഷൻ എവിടെയാ? ഹൈദരാബാദിലാണ്. അടുത്ത ചോദ്യം ICMR എവിടെയാ? ഇൻ ദ ന്യൂഡൽഹിയിലാണ്. ഇതെല്ലാം നിങ്ങൾ പലയിടത്ത് പഠിക്കുന്ന കാര്യമാണ്. ഇൻ ദ കമ്മ്യൂണിറ്റിയിലായാലും വേറെ സബ്ജക്റ്റിലായാലും ഇതെല്ലാം നിങ്ങൾ പലയിടത്ത് പഠിക്കുന്ന ദ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ശരിയല്ലേ? പല ഏരിയയിൽ പഠിക്കുന്ന ഈ പറഞ്ഞ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യമാണ് നിങ്ങൾ ഇവിടെ പഠിച്ചത്. ശരിയല്ലേ? ഇനിയുണ്ട്. പറയുമ്പോൾ പറഞ്ഞു തരികയാണ്. വളരെ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. നമ്മളെന്താണ് ആദ്യം പോലെ തന്നെ എക്സാമിന് മുമ്പ് തന്നെ മാക്സിമം പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് ഇത്രയും പഠിപ്പിക്കുന്നത്. സോ ഇത്രയും ക്ലിയർ ആയി. ഇനിയുണ്ട് അറിയേണ്ട കാര്യം. ഈ പറഞ്ഞ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് എവിടെയാ? ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഈ പറഞ്ഞ ദ ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് എവിടെയാ? പബ്ലിക് ഹെൽത്ത് എവിടെയാ? അറ്റ് ദ കൊൽക്കട്ടയിൽ അല്ലെ? അറ്റ് ദ കൊൽക്കട്ടയിലാണ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് ദ പബ്ലിക് ഹെൽത്തിന്റെ സെന്റർ സ്ഥിതി ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഹൈജീൻ ആൻഡ് ദ പബ്ലിക് ഹെൽത്ത് എവിടെയാ? അത് കൊൽക്കട്ടയിലാണ്. ഇനി ഇവിടെ ചോദിച്ച പ്രീവിയസ് ഒരു ചോദ്യം കൊണ്ട് ദ നാഷണൽ ട്യൂബർക്ലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? ദ ട്യൂബർക്ലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അറ്റ് ദ ബാംഗ്ലൂർ അല്ലേ? അറ്റ് ദ ബാംഗ്ലൂരിലല്ലേ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ട്യൂബർക്ലോസിസ് എവിടെയും ചോദിച്ചാൽ അത് ബാംഗ്ലൂരിലാണ്. ഇനിയാണ് ഞാൻ ആദ്യം നമ്മുടെ ഇവിടത്തെ ക്വസ്റ്റ്യൻ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ വൈറോളജി അറ്റ് ദ പൂനെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ വൈറോളജി ചോദിച്ചാൽ ദ പൂനെ. കാണുന്നുണ്ടോ? ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഉത്തരവ് വന്ന് അല്ലെ? ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെ? പൂനെ. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. The vector
കൺട്രോൾ ആൻഡ് ദ റിസർച്ച് സെന്റർ എവിടെയാ? ദ വെക്ടർ കൺട്രോൾ ആൻഡ് ദ റിസർച്ച് സെന്റർ എവിടെയാ? ദ പുതുച്ചേരി ഇടപെടോടെ നിങ്ങൾ എല്ലാവരും പറയുന്നത് ദ പോണ്ടിച്ചേരി, ദ പുതുച്ചേരിയിലാണേ, മറക്കരുത്. ചോദ്യം വന്നാൽ എഴുതുമല്ലോ, ചോദ്യം വന്നാൽ എഴുതുമല്ലോ. പല ചോദ്യങ്ങളായി. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞുതരാം. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാ? അത് പൂനെയിൽ അല്ലേ? ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാ? അത് പൂനെയിലാണ്. ആൻഡ് ദ ടോക്സോളജിക്കൽ റിസർച്ച് സെന്റർ എവിടെയാ? അത് ലക്നൌവിലാണ് അല്ലേ? അത് ലക്നൌവിലാണ്. ഇൻഡസ്ട്രിയൽ ടോക്സോളജിക്കൽ റിസർച്ച് സെന്റർ എവിടെയാ? അത് ലക്നൌവിലാണ്. അടുത്ത ചോദ്യം, ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഒക്കുപേഷണൽ ഹെൽത്ത് എവിടെയാ? അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിലാണെന്ന കാര്യം മറക്കോ? ഇല്ല. ഒരു ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെ? അത് പൂനെയിൽ അല്ലേ? അത് പൂനെയിലാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇൻഡസ്ട്രിയൽ ദ ടോക്സോളജി റിസർച്ച് സെന്റർ എവിടെയാ? ലക്നൌവിലാണ് പറഞ്ഞു. ആൻഡ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്കുപേഷണൽ ഹെൽത്ത് എവിടെയാ? ഒക്കുപേഷണൽ ഹെൽത്ത് എവിടെയാ? അഹമ്മദാബാദ് എന്നും പറഞ്ഞു. ആൻഡ് ദ സെൻട്രൽ ദ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? അത് മുംബൈയിലെന്നും പറഞ്ഞു. ആൻഡ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ന്യൂട്രീഷൻ എവിടെയാ? ഹൈദരാബാദ് എന്നും പറഞ്ഞു. ആൻഡ് ദ ICMR എവിടെയാ? ഇൻ ദ ന്യൂഡൽഹി എന്നും പറഞ്ഞു. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് എവിടെയാ? എവിടെ? അത് കൊൽക്കട്ടയിൽ എന്ന് പറഞ്ഞു. അത് കൊൽക്കട്ടയിൽ എന്ന് പറഞ്ഞു. ആൻഡ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ വൈറോളജി എവിടെ? വൈറോളജി പൂനെ. ആൻഡ് ദ നാഷണൽ ദ വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്റർ എവിടെയാ? ദ പുതുച്ചേരി അല്ലെങ്കിൽ ദ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞു. സോ ഒരു ക്വസ്റ്റ്യൻ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് വേറെ ഒന്നും പ്രത്യേകിച്ച് കേരള PSC ചോദിക്കത്തില്ല. കേരള PSC ആയാലും ഇപ്പൊ എയിംസ് ആയാലും ജിഗ്മർ ആയാലും ചോദിച്ചാൽ ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളെല്ലാം എഴുതണം. പക്ഷെ ചോദിക്കത്തില്ല. നമ്മുടെ കേരള PSCക്ക് മാത്രമായിരിക്കും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നത്. സോ ക്ലിയർ? യെസ്, ക്ലിയർ ആയല്ലേ? സോ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. പോവാം. സോ അടുത്ത 9ാമത്തെ ചോദ്യം വായിച്ചേ. 9ാമത്തെ ചോദ്യം വായിച്ചേ. ദ റിവൈസ്ഡ് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം ഇൻ ദ ഇയർ. ഏത് വർഷമാണ് ദ റിവൈസ്ഡ് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വന്നത്? വർഷം അറിയാമോ? അറിയാമോ? പറയണം. ഏത് വർഷമായിരിക്കും? ഏത് വർഷം? അതറിയുന്നുണ്ട്. ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്നാണ് ഈ പറഞ്ഞ നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വന്ന വർഷം? ദ നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വന്ന വർഷം? നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം ഏത് വർഷം? ഏത് വർഷം? എല്ലാം പറയണം. ഏത് വർഷം നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം? ആൻസർ പറയുക. 1900 എന്നാണ് ദ നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത വർഷം? 1953 അല്ലേ? ദ നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം എന്ന വർഷം ഏതാ? 53 53. ഓർമ്മയുണ്ട്. ഈ 53 വന്ന പ്രോഗ്രാമിന്റെ ഉത്തരവാദി ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇവിടെ. ഈ പറഞ്ഞ ദ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്ന എപ്പോഴും തെറ്റിപ്പോകുന്ന 2 കാര്യമാണ്. ദ നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വന്നത് 53-ലും ആൻഡ് ദ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്ന വർഷം ഏതാ? 1958-ലുമാണ് അല്ലേ? 58-ലുമാണ് വന്നത്. സോ ഇവിടത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? സോ ഇവിടത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? തെറ്റിക്കാതെ പറയുക. 9ാമത്തെ ചോദ്യമാണ്. ദ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ദ റിവേഴ്സ്ഡ് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വന്ന വർഷം ഓപ്ഷനിലുണ്ട്. പറഞ്ഞേ ചാടിക്കറി പറഞ്ഞേ. ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ? 1958-ലാണ്. മറക്കരുത്,
ദ റിവേഴ്സ്ഡ് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം എന്നോ ദ നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം എന്നോ കണ്ടു കഴിഞ്ഞാൽ എന്തെഴുതും? ഉത്തരവെന്നാണോ? അല്ല. ദ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമും ദ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമും റിവേഴ്സ്ഡ് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാമും ചോദിച്ചു കഴിഞ്ഞ വർഷം 58 രണ്ട് ചോദ്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചോദ്യമാണ്. ദ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്നോ റിവേഴ്സ്ഡ് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ 58 ഉത്തരം. ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കും, ദ നാഷണൽ മലേറിയ കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഷണൽ മലേറിയ കൺട്രോൾ എന്ന് ചോദിച്ചാൽ എന്ത് എഴുതും? നാഷണൽ മലേറിയ കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 53. മലേറിയ കൺട്രോൾ പ്രോഗ്രാം എപ്പോഴാ? 53. മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ റിവേഴ്സ്ഡ് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം ചോദിച്ചാൽ 58 ആണ് ഉത്തരം. ഒരിക്കലും മറക്കരുത്. ചോദ്യം എപ്പോഴും സ്ഥിരം ക്വസ്റ്റ്യൻ അല്ലേ? കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഈ 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഉത്തരം കിട്ടിയെങ്കിലും ഞാൻ 2 ചോദ്യം കൂടെ ചോദിക്കാം. ദ നാഷണൽ ദ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം എപ്പോഴാ? ഫൈലേറിയ നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം എപ്പോഴാ? 55 അല്ലേ? 1955 അല്ലേ? 1955 നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. മറക്കരുത്, 55 ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. യെസ്, ഇത്രയും ക്ലിയർ ആയോടെ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലേ? ഈ പറഞ്ഞത് മലേറിയമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടിരുന്ന ആ സമയത്ത് ഈ പറഞ്ഞ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നപ്പോൾ അവിടെ പ്രധാനമായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് പ്രധാനപ്പെട്ട ദ 2 ടൈപ്പ് കെയർ ആണ്. അവിടെ പ്രധാനമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഇത് മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമായിട്ട് വന്നതും കൺട്രോൾ ആയിട്ട് വന്നപ്പോഴും അവിടെ ദ 2 ടൈപ്പ് കെയർ ആണ് കൊണ്ടുവന്നത്. ഏതൊക്കെയായിരിക്കും? ആക്റ്റീവ് സർവൈലൻസ്. എന്ത് ആക്റ്റീവ് സർവൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആക്റ്റീവ് സർവൈലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യുക? ഇത് ഹോം വിസിറ്റ് അല്ലെ? ഈ പറഞ്ഞ ദ ഹോം വിസിറ്റ് ചെയ്യുക. ആൻഡ് ദ പാസീവ് സർവൈലൻസ് എന്താ? ദ പാസീവ് സർവൈലൻസ് എന്താ? ദ സബ് സെന്റർ വഴി ദ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ആ സമയത്ത് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം ആയാലും ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആയാലും അവിടെ കൊണ്ടുവന്ന വേറെ 2 ടൈപ്സ് ഓഫ് ദ കെയർ ഉണ്ട്. ഏതൊക്കെയാ? ആക്റ്റീവ് സർവൈലൻസും ആൻഡ് ദ പാസീവ് സർവൈലൻസും. ആക്റ്റീവ് സർവൈലൻസ് എന്ന് ചോദിച്ചാൽ ദ ഹോം വിസിറ്റ് ചെയ്യുക. ആൻഡ് ദ പാസീവ് സർവൈലൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദ സബ് സെന്റർ വഴിയുള്ള ദ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. മറക്കരുത്. ഇനി മലേറിയയുമായി ബന്ധപ്പെട്ട് 2-3 കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ മലേറിയ എന്നൊരു പേരുമായി ബന്ധപ്പെട്ട് 2 കാര്യം പറഞ്ഞുതരാം. ഇത് മലേറിയയുടെ ഏജന്റ് ഏതാ? കോസേറ്റീവ് ഏജൻസി ഏതൊക്കെയാണ്? ഫസ്റ്റ് പേര് ദ പ്ലാസ്മോഡിയം. കേട്ടിട്ടുണ്ടോ? ഇത് പ്ലാസ്മോഡിയം, ദ വിവെക്സ് അല്ലേ? ദ പ്ലാസ്മോഡിയം ദ വിവെക്സ് ഉണ്ട്. ആൻഡ് ദ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം അല്ലേ? ദ ഫാൽസിപ്പാറം കേട്ടിട്ടുണ്ടോ? ദ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം കേട്ടിട്ടുണ്ടല്ലോ? ഇവ പറഞ്ഞ മറ്റൊരു പേരുണ്ട്. ഈ പറഞ്ഞ ദ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം നമ്മൾ വിളിക്കാറുണ്ട് ഇത് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് അറിയണ്ടേ? ഇത് ബ്ലാക്ക് വാട്ടർ ഫീവർ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫീവർ ഇത് കാരണം ഈ പറഞ്ഞ ഇത് മലേറിയ അതിന്റെ കോസേറ്റീവ് ഏജന്റ് ഇത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഫീവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് വാട്ടർ ഫീവർ. മറക്കരുത്. എങ്ങാനും ചോദിച്ചാൽ ഉത്തരം കിട്ടണം. ഇതേ മലേറിയ ഇതേ വരട് ഇത് കോസേറ്റീവ് ഏജന്റായ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം കാരണം മലേറിയ വരികയാണെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേര് ഇത് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് അറിയപ്പെടാം. മറക്കരുത്. എല്ലാം പറഞ്ഞു. ഇനി ഇതിന്റെ ഈ പറഞ്ഞ ഇത് മലേറിയയുടെ ദ വെക്ടർ ആരാ? ദ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ അല്ലേ? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ അല്ലേ? ദ മലേറിയയുടെ ദ വെക്ടർ ആരും ചോദിച്ചാൽ
ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ചോദിച്ചാൽ എഴുതണം. മലേറിയയുടെ വെക്ടർ ചോദിച്ചാൽ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഈ മലേറിയ കണ്ടുപിടിക്കാൻ പറ്റും. മലേറിയയുടെ ടെസ്റ്റ് ഏതാ? ടെസ്റ്റ് ആണ് മലേറിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുക. മലേറിയക്ക് ടെസ്റ്റ് ഉപയോഗിക്കാം. ഡയഗ്നോസ് ടെസ്റ്റ് ഏതാ? ഏതേതാ? പെരിഫറൽ സ്മിയർ അല്ലേ? പെരിഫറൽ ചോദ്യം വരുവേ. പെരിഫറൽ സ്മിയർ ആണ് മലേറിയയുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. സോ ക്ലിയർ ആയ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും? ക്ലിയർ ആയല്ലോടെ? കാണുന്നുണ്ടോ? ക്ലിയർ ആയല്ലോ? സോ ഇത്രയും ക്വസ്റ്റ്യനും ആൻസറും എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് പഠിക്കാനുള്ളത്. ഇതിന്റെ തിയറിയോടൊപ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊടുക്കുക. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും, ആ 4 ഓപ്ഷനുമായി ബന്ധപ്പെട്ട സമഗ്രമായ എല്ലാ കാര്യങ്ങളും പഠിച്ചു വേണം മുന്നോട്ട് പോകാനുള്ളത്. എക്സാം നോട്ടിഫിക്കേഷൻ തൊട്ട് മുൻപേ മാക്സിമം പഠിക്കുക. എന്റെ കുട്ടികൾ എപ്പോഴും ഫസ്റ്റ് 100 റാങ്കിനകത്ത് ഉറപ്പായും ഉണ്ടായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.